നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇനി സവാള ഇട്ട് കൊടുക്കാം. 3 ചെറിയ സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ വലിയ സൈസ് സവാളയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 എണ്ണയൊക്കെ എടുത്താൽ മതി. ഇനി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അവയെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഏകദേശം 2-3 മിനിറ്റെങ്കിലും നിങ്ങൾ സവാള ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ല സോഫ്റ്റായിട്ട് വരണം ഇത്. ഞാനിപ്പോൾ നീളത്തിലാണ് സവാള അരിഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പം ചെറുതായിട്ട് അരിയണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് സവാള വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇനി അതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ടൊമാറ്റോ സോസ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ അതിലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇനി മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 മുട്ട പുഴുങ്ങിയിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അതിന് നമുക്ക് ആ മസാലയിലോട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്തിനി നമുക്ക് ഈ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് ആവശ്യത്തിനായുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് അതിലാദ്യം അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പായിരുന്നു വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അത്രയൊന്നും ആവശ്യം വന്നില്ല. ഒരു 1/4 കപ്പ് എനിക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല പോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കണം. അപ്പോൾ അതേ ആ മാവ് മുഴുവനും ഞാൻ ചെറിയ ബോൾസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തിയെടുക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പ്രസ് ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ പരത്തുന്ന പോലെ നമുക്കിതൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരെണ്ണം അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്രസ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതേ ഈ ഒരു വലിപ്പത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ അത് മുഴുവനും ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്ത് നമ്മളൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അത് 1 ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് ഫില്ലിങ് വെച്ച് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മടക്കാൻ നല്ല പാടായിരിക്കും. അപ്പം 1 ടേബിൾ സ്പൂണൊക്കെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് അടുത്ത ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് ഇത് സൈഡ് ഇതേപോലെ ഒന്ന് നിങ്ങളൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. അടുത്തന്നെ അതിൻ്റെ സൈഡൊന്ന് നമുക്ക് മടക്കി കൊടുക്കാം. നമ്മളിത് മടക്കി കൊടുത്തതിന് ശേഷം ഓയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് ഒന്നും പുറത്ത് വരാൻ പാടില്ല. അതുപോലെ നല്ല വൃത്തിക്ക് വേണം നിങ്ങളതൊന്ന് മടക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെയാണ് ഞാൻ ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നല്ലൊരു ഭംഗിയാണ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇത് തയ്യാറാക്കുമ്പം ഇതുപോലെ ഒന്ന് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാൻ നല്ല ചൂടായ ഒരു ചീനിച്ചട്ടിയിലേക്ക് ആ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഓയിലൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഓയിൽ അതിൻ്റെ മുകളിലോട്ട് നാക്കി കൊടുക്കുക. എങ്കിലേ മുകൾ ഭാഗം നല്ലപോലെ പൊങ്ങി വരുത്തോളൂ. ഇനി ഈ ഒരു കളറാകുമ്പം നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ദേ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടിയിട്ട് ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. ചൂട് ചായയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ശരി, ഞാൻ അടുത്ത ദിവസം ഇതിലും നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ
ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.